ജെസ്സിയയ്ക്ക് ഒരു ചെറിയ ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് ജീവിക്കണം, തനിക്കൊന്ന് ഉള്ളു തുറന്ന് സന്തോഷിക്കണം, സന്തോഷത്തോടെ വേദനകളില്ലാതെ ഒന്ന് ജീവിക്കണം. വലിയ വലിയ ആഗ്രഹങ്ങളൊന്നും അവൾക്കുണ്ടായിരുന്നില്ല. ആ ആഗ്രഹത്തിൻ്റെ പുറത്താണ് അവൾ ഇത്രയും നാൾ കാത്തിരുന്നത്. നിരവധി പേർ ഈ ആഗ്രഹത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു, സഹായിച്ചു. പക്ഷേ അതെല്ലാം ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായിരിക്കുകയാണ്. ജെസ്സിയ അവസാനമായി എല്ലാവരോടും ഒരു കാര്യം മാത്രമേ ആവശ്യപ്പെട്ടിരുന്നുള്ളൂ. എനിക്കൊന്ന് ജീവിക്കണം. കല്യാണം കഴിഞ്ഞ് 3 മാസമേ ഞാൻ ജീവിച്ചിട്ടുള്ളൂ. ജീവിതം എന്താണെന്ന് അറിയുന്നതിന് മുൻപ് തന്നെ ക്യാൻസർ എന്ന വില്ലൻ എന്നെ തളർത്തി. ഒരുപാട് വേദനകൾ സഹിച്ച് എൻ്റെ മജ്ജ മാറ്റിവെച്ചു. ആശുപത്രിയിൽ നിന്നിറങ്ങിയപ്പോൾ ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു. പക്ഷേ ഇൻഫെക്ഷൻ രൂപത്തിൽ പല പല പ്രയാസങ്ങൾ വന്നുകൊണ്ടേയിരുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലെത്തുമ്പോഴേക്കും വീണ്ടും അഡ്മിറ്റ് ആവേണ്ട അവസ്ഥ. എനിക്ക് വാപ്പയുണ്ടായിരുന്നില്ല, ഉമ്മ മാത്രമാണുള്ളത്. എൻ്റെ കാക്കു ആഷിക്ക് എൻ്റെ കൂടെ നിൽക്കുന്ന ആ ഒരു ധൈര്യം കൊണ്ടൊന്നും മാത്രമാണ് ഞാൻ ഇത്രയും കാലം ജീവിച്ചു വരുന്നത്. ഇപ്പോൾ ഞാൻ വെന്റിലേറ്ററിലാണ്. എൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി കാക്കു കിഡ്നി വരെ കൊടുക്കാൻ തയ്യാറാണ്. പറഞ്ഞു വിൽക്കാൻ സ്ഥലമോ വീടോ ഇല്ല. നിക്കാഹിന് കിട്ടിയ കുറച്ച് സ്വർണം മുഴുവൻ ചികിത്സയ്ക്ക് വേണ്ടി ചിലവായി. എനിക്ക് പിരിച്ച പൈസ മുഴുവൻ ഇവിടെ തന്നെ ബില്ലടയ്ക്കേണ്ട അവസ്ഥയാണ് ഉള്ളത്. ഇത്തരത്തിലെ ചില വാക്കുകളായിരുന്നു ജെസ്സിയ അവസാനമായി പങ്കുവച്ചിരുന്നത്. കൂടുതലൊന്നും ആ പാവത്തിന് ആഗ്രഹമുണ്ടായിരുന്നില്ല. ഒന്ന് ജീവിക്കാൻ. അതിന് നിരവധി പേർ കരുണ കാണിക്കുകയും ഒരുപാട് പേർ സഹായിക്കുകയും ചെയ്തിരുന്നു. വിധി ഇവരെ തോൽപ്പിച്ചു കളഞ്ഞു എന്ന് വേണം പറയാൻ. ഇവരുടെ കണ്ണുനീർ ഈശ്വരൻ കണ്ടില്ലേ എന്ന് ചോദിക്കുന്നവർ പലരാണ്. വളരെയധികം വേദനയോടെ ആഷിക്കായിരിക്കുന്നു. തൻ്റെ പ്രിയതമ വിവാഹം കഴിഞ്ഞ് 3 മാസം മാത്രമാണ് അവൾ സന്തോഷത്തോടെ തനിക്കൊപ്പം ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് വില്ലനെ പോലെ ഒരു പനി അവളുടെ ശരീരത്തെ പിടിച്ചു. പിന്നീട് അങ്ങോട്ട് എന്നും വിട്ടുമാറാതെ പനി. അങ്ങനെ പിന്നീട് കണ്ടെത്തുകയായിരുന്നു ക്യാൻസർ എന്ന ആ വില്ലനെ. അതറിഞ്ഞതിന് ശേഷം അവൾ സന്തോഷമുണ്ടെന്ന് പിന്നെ അറിഞ്ഞിട്ടേയില്ല. അങ്ങനെ അതിനെ അതിജീവിക്കാനാണ് മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വരെ നടത്തിയത്. എന്നാൽ ആ ശസ്ത്രക്രിയ കഴിഞ്ഞും അവളുടെ ജീവിതം ഈ രോഗത്തിന് മുൻപിൽ തോറ്റുകൊടുക്കുകയായിരുന്നു. ഒടുവിൽ ആരോടും പരിഭവമില്ലാതെ, ആരോടും കണ്ണീർ പറഞ്ഞ് ഇനി തൻ്റെ വിഷമങ്ങൾ പറയാനില്ലാതെ, ചിരിച്ചു കാണിക്കാനില്ലാതെ ജെസ്സിയ ഈ ലോകത്തു നിന്നും വിടവാങ്ങിയിരിക്കുകയാണ്. ഇന്നായിരുന്നു അവളുടെ കബറടക്കം. ഏറെ വേദനയോടെയാണ് ഓരോരുത്തരും ഈ വാർത്ത കേട്ടത്. എന്നും ചിരിക്കുന്ന മുഖമായി തങ്ങളുടെ മുൻപിലേക്ക് ഇൻസ്റ്റഗ്രാമിലൂടെയും യൂട്യൂബിലൂടെയും ഒക്കെ എത്തിയിരുന്ന ജെസ്സിയ ഇനിയില്ല എന്ന ആ വാർത്ത ഏവരെയും കണ്ണീരിലഴുത്തിയിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.